ഹലോ ഹായ് ഓൾ. നമ്മളിലൊക്കെ എത്ര പേർക്ക് നമുക്കറിയാൻ പാടില്ലാത്ത ബി നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റീവ്സ് ആയിരിക്കും. ബട്ട് നമുക്കത്ര അടുപ്പമില്ലാത്ത ഒരാൾ നമ്മളെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു, ഓടി വന്ന് എടുത്തു, ഓടി വന്ന് ഉമ്മ വെച്ചു. നമുക്കിഷ്ടപ്പെടുമോ? നമ്മളവിടെ പ്രതികരിക്കും. നമുക്കത് ഒട്ടും ഇഷ്ടാവില്ല. 100% ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടാൻ പറ്റില്ല, അത് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. നമ്മളവിടെ പ്രതികരിക്കും, നമ്മളവിടെ വേണ്ട രീതിയിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ പ്രതികരിക്കാൻ പോലും അറിയില്ലാത്ത, സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത, നിഷ്കളങ്കരായ, ജനിച്ചു വീണിട്ടുള്ള സ്വന്തം അച്ഛനെയും അമ്മയും മാത്രം അറിയാവുന്ന, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനെ കൂടെ ഒക്കെ അറിയാവുന്ന കുഞ്ഞു മക്കളെ നിങ്ങൾ പോയിട്ട് എടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് പേടിയുണ്ടാവില്ലേ? ആ കുഞ്ഞുങ്ങളത് കംഫർട്ടബിൾ ആയിരിക്കുമോ? അവർക്ക് ജസ്റ്റ് ബിക്കോസ് അവർക്ക് പറയാൻ പറ്റുന്നില്ല, പ്രതികരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് കുഞ്ഞ് കരഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ പറയും, എല്ലാവരെയും ഒന്നും കാണിച്ച് വളർത്തിയിട്ടില്ല എന്ന്. ബട്ട് ഇത് തന്നെയാണ് നിങ്ങൾ ഒരു 10-20 വയസ്സിൽ ഒരാൾ വന്നിട്ട് നിങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ തിരിച്ച് അടിച്ചാൽ, നീ നാട്ടുകാരെ കാണാതെ വളർത്തിക്കൊണ്ടാണെന്ന് പറയുമോ? അതോ നീ അടിച്ചില്ലെങ്കിൽ നീ പ്രതികരിച്ചില്ല എന്ന് പറയുമോ? അടിച്ചാൽ നീ പ്രതികരിച്ച് നന്നായി കേസ് കൊടുക്കുമെന്ന് പറയുമോ? കുഞ്ഞായപ്പം എന്തു ആവാം അല്ലേ? അങ്ങനെയല്ല. കുഞ്ഞിനും അവരുടെ പ്രൈവസി ഉണ്ട്, അവരുടെ ബൗണ്ടറി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ പോയിട്ടാണ് വന്നത് നമുക്ക് അറിയില്ല. നമ്മൾ ചിലപ്പം എന്തെങ്കിലും ഫംഗ്ഷന് പോയിട്ടുണ്ടാവാം, കഴിഞ്ഞ 1-2 ദിവസത്തിനകത്ത് അമ്പലങ്ങളിൽ, ഒത്തിരി തിരക്കുള്ള സ്ഥലങ്ങളിൽ, പ്രാർത്ഥനാലയങ്ങളിൽ പോയിട്ടുണ്ടാവാം, ഫംഗ്ഷന് പോയിട്ടുണ്ടാവാം, മോളിൽ പോയിട്ടുണ്ടാവാം, പാർട്ടിക്ക് പോയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ തിരക്കേറിയ പബ്ലിക് ട്രാൻസ്പോർട്ടിലായിരിക്കും നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെ വൈറസിനെ ക്യാരി ചെയ്യുന്നുണ്ട് നമുക്കറിയില്ല. നമുക്ക് ചിലപ്പോൾ അതൊരു തുമ്മലിലോ ഒരു തലവേദനയിലോ പോയി എന്ന് വരാം. ആ വൈറസിനെ കിട്ടുന്ന ആ കുഞ്ഞിന്, ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ആയിട്ടില്ലാത്ത ആ കുഞ്ഞിന് ചിലപ്പോൾ അത് അസുഖങ്ങൾ ഉണ്ടാക്കിയേക്കാം, അസുഖങ്ങൾ സീരിയസ് ആയേക്കാം, ഹോസ്പിറ്റലൈസ്ഡ് ആയേക്കാം, ICUവിലായേക്കാം. ആ കുഞ്ഞ് തിരിച്ചു വരും, കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അതൊക്കെ നമ്മൾ കൊടുക്കണോ? നമ്മൾ കൊടുക്കാൻ പോകുന്ന സ്നേഹമല്ലേ? അപ്പോൾ സ്നേഹം നമ്മൾ കൊടുക്കുമ്പം വാങ്ങിക്കുന്ന ആൾക്കത് സ്നേഹമായിട്ട് തോന്നണം. അപ്പം നമ്മൾ പോയി ഓടിയെടുക്കുന്നതിന് പകരം മാറി നിന്ന് ഒരു കളിപ്പാട്ടം കാണിക്കുക, അതിനോട് ചിരിച്ച് കൊഞ്ചിച്ച് സ്നേഹത്തോടെ സംസാരിക്കുക. അപ്പോൾ ആ കുഞ്ഞിന് അത് സ്നേഹമായിട്ട് ഫീൽ ചെയ്യും. അതേസമയം നിങ്ങളത് പോയി എടുക്കുമ്പം, നിങ്ങൾ പോയി ഉമ്മ വയ്ക്കാൻ ട്രൈ ചെയ്യുമ്പം കുഞ്ഞിനതൊരിക്കലും സ്നേഹമായിട്ട് തോന്നില്ല. കുഞ്ഞിനതുണ്ടാക്കുന്നത് ഭയം മാത്രമാണ്, കുഞ്ഞിനതുണ്ടാക്കുന്നത് ഇൻസെക്യൂരിറ്റിയാണ്. അപ്പോൾ സ്നേഹമായിട്ട് കൊടുക്കാം. നമുക്ക് കുഞ്ഞുങ്ങളുടെ പ്രൈവസിയും ബൗണ്ടറിയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇനി തൊട്ട് ന്യൂ ബോൺസിനെ വിസിറ്റ് ചെയ്യാൻ പോവാം. താങ്ക് യു. ബൈ.